ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലോട്ടുള്ള വഴി, ആകാശിക് റെക്കോർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ്, നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ പോകുന്ന വഴി എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റീഡിങ്, അത് തന്നെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്കിതിൽ നിന്നും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫയൽ ഏതാണ്, ആ ഒരു ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പം ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്കിതിൽ നിന്നും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫയൽ ഏതാണ്, ആ ഒരു ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റീഡിങ് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഫസ്റ്റ് ഫയൽ, ഒന്നാമത്തെ ഫയൽ, അതായത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഡെസ്റ്റിനി, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആകാശിക് റെക്കോർഡിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരാണ്. നമുക്ക് നോക്കാം. യെസ്, പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഡെസ്റ്റിനി ഉണ്ട്. ഡിവൈൻ തീരുമാനം അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ്. ഒരു ടൈം ഭയങ്കരമായിട്ടും പ്രശ്നങ്ങളും, ഒരു സമയം ഭയങ്കരമായിട്ടും സക്സസ്സും, ഒരു സമയം ഭയങ്കരമായിട്ടും നെഗറ്റീവും വരുന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിലുപരി പാസ്റ്റുമായിട്ട് കർമ്മയുണ്ട് സോളിന്. പാസ്റ്റുമായിട്ട് കർമ്മയുള്ള സോള് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ സോള് ഈഗോയിസ്റ്റിക്ക്, പണ്ട് കഴിഞ്ഞ ജന്മം ആരെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ജന്മം ആരെങ്കിലും ഈഗോ, പൊസസീവ്നെസ്, ദ്രോഹം അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജന്മം നിങ്ങൾക്ക് ഒരു സമയമാവുന്ന ടൈമിൽ ആ വ്യക്തിയുടെ സോള് ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്കൊരു പണിയും തന്നു പോകുന്നതായിട്ട്, നിങ്ങളെ ടോട്ടലി സ്പിരിച്വൽ അവേക്കനിങ്ങിലോട്ട് കയറ്റി നിങ്ങൾ ഒരുപാട് പണി മേടിച്ച് കെട്ടുന്ന ആൾക്കാരായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരാളെ കണ്ടിട്ട് അസൂയ, കുശുമ്പ്, നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിൽ ചിന്തിക്കുന്ന, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അതേപോലത്തുള്ള സിറ്റുവേഷൻസ് നിങ്ങളെ സോൾ കാണിച്ചിരിക്കും എന്നുള്ളതായിട്ടാണ് ഈ സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നത്. വാട്ടർ സൈൻ ആണ് എന്ന് സോൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫയർ സൈനിലോട്ടും ഒരുപാട് ഇഷ്യൂസിലോട്ടും നിങ്ങളെ കൊണ്ട് ഇടാനുള്ള ചാൻസ് ഉണ്ട്. പാസ്റ്റ് ലൈഫ് കർമ്മയാണ്, അത് തീർക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അച്ഛൻ അമ്മ ചെയ്ത തെറ്റുകൾ, അതായത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഒരുപാട് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതനുഭവിക്കാൻ മാത്രമല്ല, മാതാപിതാക്കൾ ഉണ്ടാക്കി തന്ന കടം അത് തീർക്കാനും വേണ്ടി മാത്രമല്ല, അവർ ചെയ്ത തെറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ മുൻ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റും ഒരുപാട് നിങ്ങൾ ഈ സമയത്ത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതായിട്ടാണ് ആകാശിക് റെക്കോർഡിൽ ഇവിടെ കാണിക്കുന്നത്. വിധിപ്രകാരം പോകേണ്ട സിറ്റുവേഷൻസ് ആയിരിക്കും. അതായത് ഒരു മാങ്ങാണ്ടി എടുത്ത് നിങ്ങൾ കുഴിച്ചിട്ട് അത് നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കണം, അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കാത്തിരുന്ന് വെള്ളം ഒഴിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനൊരു ഗ്രോത്തും ഉണ്ടാവുന്നില്ല. വെറുതെ ഒരു മാങ്ങാണ്ടി അല്ലെങ്കിൽ ഒരു മാങ്ങ കഴിച്ചിട്ട് വെറുതെ എടുത്തെറിഞ്ഞ് അത് അവിടെ കിടന്ന് മുളയ്ക്കും, നിങ്ങൾക്ക് അതിൽ നിന്ന് ബലം കിട്ടും. ജസ്റ്റ് അതേ കണക്കൊരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇവിടെ കാണുന്നുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു നല്ല കാര്യം ആലോചിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുകയാണ്, എന്നിട്ട് നിങ്ങളതിനെ നെഗറ്റീവാക്കി മാറ്റും. ആ നെഗറ്റീവാക്കി മാറ്റുന്നതോടുകൂടി നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് മാറും. ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് നല്ല രീതിക്ക് സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ചിന്തിക്കും നിങ്ങളിരുന്നിട്ട്, ഇതെന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും നെഗറ്റീവ് ആവും, ഇവൻ എന്നെ വിട്ടു പോവോ,
എന്നൊക്കെ ഡൗട്ട് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ നിങ്ങളെ ബാധിക്കും. ആകാശിക് റെക്കോർഡ് അതും പറയുന്നുണ്ട് നിങ്ങളടുത്ത്. പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒരേ കണക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. പോസിറ്റീവ് മാത്രമല്ല നിങ്ങൾക്കുള്ളത്, നെഗറ്റീവ് സൈഡും അതിനനുസരിച്ചുള്ള, നിങ്ങൾ എത്ര പോസിറ്റീവ് ചെയ്താലും അതിനനുസരിച്ചുള്ള നെഗറ്റീവ് നിങ്ങൾക്കിവിടെ ഉണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്ത് പോസിറ്റീവ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾ നെഗറ്റീവും ചെയ്യുന്നുണ്ട് എന്നുള്ളതായിട്ടാണ്. ഒരു ഇംബാലൻസ്ഡ് ആയിട്ട് പകുതിക്ക് പകുതി. ഒരു കണ്ണ് മാത്രമല്ല, അപ്പുറത്തൊരു കണ്ണുണ്ട്. അതായത് 2 കൈ എന്നുള്ള സിറ്റുവേഷൻ. ഒരു കൈ കൊണ്ട് നല്ല ചെയ്യും, ഒരു കൈ കൊണ്ട് ചീത്ത ചെയ്യും. ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിങ്ങൾ അതിന് തിന്മ ചെയ്യുന്നുണ്ട് എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ഡെസ്റ്റിനി ഉണ്ട്. ഡെസ്റ്റിനി പ്രകാരം പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്, എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. പാസ്റ്റ് ലൈഫ് കർമ്മപരമായിട്ട് എത്തിപ്പെടേണ്ട കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്. ഈ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് നാട്ടിൽ നിന്നും പുറത്തോട്ട് പോയി അവിടെ കിടന്ന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും. അത് നിങ്ങൾ പണ്ട് ചെയ്ത കർമ്മകളായിരിക്കാം. ഈവൻ ഈ ആകാശിക് റെക്കോർഡിൽ പറയുന്നത് എന്തെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, പണ്ട് ചെയ്ത കർമ്മങ്ങളായിരിക്കും. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളത് ജസ്റ്റ് പണ്ട് ചിന്തിച്ചു പോയായിരിക്കും, ഈ വ്യക്തിക്ക് എന്ത് കഴിവാണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, ആ വ്യക്തി മാത്രം അത് എത്രത്തോളം സക്സസ് ആവുന്നത്. ആ വ്യക്തി അലഞ്ഞ് തിരിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഒരു ദിവസം വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ തിരിച്ച് റിട്ടേൺ പറയുന്നുണ്ട്, ഈ വ്യക്തിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി, ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ പറ്റിയത്, എന്തുകൊണ്ട് ഈ വ്യക്തി നല്ലതായിട്ട് നടന്നു പോയൊരു പയ്യൻ, അല്ലെങ്കിൽ നല്ലതായിട്ട് നടന്ന ഒരു പെൺകൊച്ച്, അവൾ എന്ത് പറ്റി, അവൾ അങ്ങോട്ട് പോയിരുന്ന സമയത്ത് ഇങ്ങനെ പറ്റി. ജസ്റ്റ് റിയലൈസേഷൻ. ഓരോ കാര്യങ്ങളും പറയുന്ന സമയത്ത്, ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്ന സമയത്ത്, ഓരോ കാര്യങ്ങളും എത്തിപ്പെടേണ്ട സമയത്ത് ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ആകാശിക് റെക്കോർഡിൽ. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് അന്യായ പവറുണ്ട് നിങ്ങൾക്ക്. ഒരുപാട് സക്സസ് വരാനും ഒരുപാട് കഴിവും ഒരുപാട് നിങ്ങൾ വലിയൊരു സംഭവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സോൾ എന്താണെന്ന് ജസ്റ്റ് റിയലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾ അധപ്പതിച്ച് നിൽക്കുകയാണ്, എത്രത്തോളം നിങ്ങൾ താഴ്ന്ന് നിൽക്കുകയാണ് എന്നുള്ള സിറ്റുവേഷൻസ്. എന്ത് നേടിയിട്ടും എന്ത് ലൈഫിലുണ്ടായിട്ടും ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ തറയിൽ ചവിട്ടി നിൽക്കാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ വലിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ മറ്റേതാണ് മറിച്ചതാണ് എന്നുള്ള സംഭവങ്ങളല്ല. ഓക്കെ, ഏറ്റവും ലോ ബേസ്ഡിൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സമയം ഭയങ്കര നല്ലതായിരുന്നു, നല്ല ലൂപ്പും നല്ല കാര്യങ്ങളും നല്ല ഓപ്പർച്യൂണിറ്റി നല്ല സക്സസും കാര്യങ്ങളും എല്ലാം ഒരു പ്രായം. ബട്ട് ഒരു ടൈം കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഈ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും നെഗറ്റീവ്സും അതുപോലെ തന്നെ ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും ഒരുപാട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടിരുന്നു. ഒരു ലൂപ്പിൽ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ലൂപ്പിലോട്ടൊക്കെ നിങ്ങൾ കടന്നുപോയി കാണുമായിരിക്കും ചില ആൾക്കാർ. അതിന് എന്ത് ചെയ്യണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പാസ്റ്റ് ലൈഫുമായിട്ടുള്ള കുറേ കർമ്മങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഡിവൈൻ, പാസ്റ്റ് ലൈഫുമായിട്ടുള്ള കുറേ ബന്ധങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഡിവൈൻ, പാസ്റ്റ് ലൈഫുമായിട്ടുള്ള കുറേ ഇൻറ്റ്യൂഷൻസ് കാണിച്ചു തരുന്നുണ്ട് ഡിവൈൻ, പാസ്റ്റ് ലൈഫുമായിട്ടുള്ള കുറേ സ്വപ്നങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഡിവൈൻ. പക്ഷേ വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ടാവുന്നില്ല, വ്യക്തമായിട്ടുള്ള സംഭവം എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇവൻ രണ്ടും സ്വീകരിക്കുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവും 2 കൈ കൊണ്ടും സ്വീകരിച്ച് നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവൻ റിലേഷൻഷിപ്പ് കരിയർ ബേസ് വെച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുക, പോസിറ്റീവും സ്വീകരിക്കുന്നുണ്ട്, നെഗറ്റീവും സ്വീകരിക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവാണ് എന്ന് മനസ്സിലാക്കി പിന്നെയും അതിൻ്റെ പുറകോട്ട് പോകുന്നുണ്ട്. ഇവൻ റിലേഷൻഷിപ്പിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന സ്ട്രെസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ റിയലൈസേഷൻ ചെയ്തിട്ടും പിന്നെയും ആ ലൂപ്പിൽ തന്നെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ, അത് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് മറയ്ക്കുന്ന വിധത്തിലോട്ട് നിങ്ങളെ ഭയങ്കരമായിട്ടും ആക്കുന്നുണ്ട്. ഒരു സമയം ഭയങ്കരമായിട്ടും സക്സസ് തരുന്ന സമയത്ത് ആ സമയം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നീട് ഓപ്പോസിറ്റ് നെഗറ്റീവ് ആവുന്നുണ്ട്. നല്ല സമയം കിട്ടുന്ന സമയത്ത് ആ സമയത്ത് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും നിങ്ങൾ ചെയ്തതിന് ശേഷം നല്ല സമയത്ത് ചെയ്ത നെഗറ്റീവ് എല്ലാം ഒരു ബാഡ് സമയം ആവുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് അനുഭവിക്കേണ്ട സിറ്റുവേഷൻസ്. ഇൻസ്റ്റൻറ്റ് കർമ്മയല്ല, അല്ലാത്ത കർമ്മയാണ് കാണിക്കുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച്. തെറ്റുകൾ ചെയ്തതിൻ്റെ കർമ്മ കുറേയധികം ആൾക്കാർ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. കുറേ പ്രോബ്ലംസും കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി നല്ല രീതിക്ക് പോകുന്ന ആൾക്കാർ, ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ സോളിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുമായിട്ട് ബന്ധമുള്ള ചില ആൾക്കാരുണ്ട്. അപ്പം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരുണ്ട്.
അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇംബാലൻസ്ഡ് ആയിട്ട് പോകും. അതായത് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷൻ. ഒരു ഭാഗത്ത് നല്ലതാണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ മാക്സിമം നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അക്കരെ നിൽക്കുമ്പം ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പം അക്കരെ പച്ച എന്ന് തോന്നുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തിരിച്ചിറങ്ങേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡെസ്റ്റിനി എന്താണോ അത് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, വരേണ്ട വ്യക്തി, എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസ്, പിറക്കേണ്ട ഗർഭപാത്രം, കാർമ്മിക്കാവേണ്ട ആൾക്കാർ, വരേണ്ട ആൾക്കാർ, എത്തിപ്പെടേണ്ട ജോലി, എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസ്, കാണേണ്ട ആൾക്കാർ ഓൾമോസ്റ്റ് ക്രിയേറ്റഡ് ആണ്. ബട്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഫസ്റ്റ് പേയിൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ബെർത്താണ്, റീബർത്ത് ആൻഡ് ബെർത്താണ്. ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ സോളിന് ഡിവൈൻ എടുക്കും. റീബർത്ത് എന്ന് പറയുന്നത്, സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്, റീബർത്ത് എന്ന് പറയുന്നത്, ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിൻ്റെ ക്യാരക്ടറും സിറ്റുവേഷൻസും എല്ലാം മാറ്റിയിട്ട് നിങ്ങളെ നിങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളെ ഈഗോ, നെഗറ്റീവ്, പൊസസീവ്നെസ് ഇതെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്ന എന്തുകൊണ്ട്? ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയ വ്യക്തിക്ക് ഒരുപാട് ഈഗോ കാണും, ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും. അപ്പം നിങ്ങൾ റിയലൈസ് പൊസസീവ്നെസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ സെൻസിറ്റീവാവും, ഇമോഷണലാവും, ഡൗൺ ആവും, എനർജി ലോസ് ആവും, നിങ്ങളാവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തൊക്കെയോ ഞാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ഞാനായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ നെഗറ്റീവ് ഞാൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ അറിയാതെ ഇവൻ ഇമോഷണലി മനസ്സിൽ ഒരാളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ച് വരെ പോയി. അതുവരെ കർമ്മയായിട്ട് തിരിച്ച് കിട്ടും എന്നുള്ളതായിട്ടാണ് ഡെസ്റ്റിനി പ്രകാരം നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഡെസ്റ്റിനി ഞാൻ ഫുള്ള് നെഗറ്റീവ് ആക്കുന്നതല്ല, ഞാൻ പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കണം. നെഗറ്റീവ് നമുക്ക് എന്താണ്, നമുക്കൊരാളടുത്ത് പോസിറ്റീവ് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നെഗറ്റീവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കണം, എങ്കിലേ ആ വ്യക്തിക്ക് മാറാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്താണ്, നമ്മളൊരാളെ മാറ്റുന്നതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. നല്ലത് മാത്രം പറഞ്ഞ് അവനെ, അല്ലെങ്കിൽ അങ്ങനെ അല്ല. ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, ഡെസ്റ്റിനി പ്രകാരം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാരും ഒരുപാട് രാജ്യങ്ങളും എത്തിപ്പെടേണ്ട ഒരുപാട് സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിലുണ്ട്. അവിടെ ഒരുപാട് പേര് നിങ്ങൾക്ക് നന്മ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് റിട്ടേൺ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫിൽ പോകുന്നു, അവരുടെ ലൈഫ് കളർഫുള്ളാക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫിൽ പോകുന്നു, അവരുമായിട്ട് ബന്ധം സൃഷ്ടിക്കുന്നു. അതിനു മുന്നേ നിങ്ങൾക്കറിയാത്ത വ്യക്തികളാണ്. അതിനുശേഷം നിങ്ങൾ തമ്മിൽ കണക്റ്റഡായി ഈ വ്യക്തികളുമായിട്ട് ഒരുപാട് ബന്ധം സ്ഥാപിച്ച് ക്യാരക്ടറും സിറ്റുവേഷൻസും എല്ലാം മാറ്റി പിന്നെ അടിയുണ്ടായി കർമ്മയായിട്ട് മാറി. ഇതൊരു ഒരു റീബർത്തായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഈ വ്യക്തികളെ നിങ്ങൾ പരിചയപ്പെടുന്നത് റീബർത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടുന്നത് റീബർത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ജീവിതം അനുഭവങ്ങളാക്കി മാറ്റുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇൻസിഡൻറ്റ് വഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, എന്തെങ്കിലും ഒരു പ്രശ്നം, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വെച്ച് പഠിച്ച് പോകുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ബോഡിയിലുണ്ടാവുന്ന ട്രാൻസ്ഫർമേഷൻ, നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്ന ട്രാൻസ്ഫർമേഷൻ, നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്ന ചേഞ്ചസ്, ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരുതരം ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പാസ്റ്റ് ലൈഫിലുള്ള കർമാസ്, അതായത് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് പണ്ട് നിങ്ങളുടെ ലൈഫിൽ
ഉണ്ടായിരുന്നതും നിങ്ങൾ മുന്നേ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം വരെ ചെയ്ത കർമ്മകളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ എന്താ പറയുക, നമുക്കൊരു എനർജി കയറുന്ന സമയത്ത് നമ്മൾ ചെയ്ത് കൂട്ടുന്നതായിരിക്കണം അതൊക്കെ. നമുക്കൊരു എവിടെ നിന്നൊക്കെ ഒരു എനർജി കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ലൂപ്പിൽ പെടുന്ന സമയത്ത് ചെയ്യുന്നു ഇതൊക്കെ. ആ ഒരു ലൂപ്പ് എൻഡാവുന്ന സമയത്ത്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എൻഡാവുന്ന സമയത്ത്, ആ ഒരു സിറ്റുവേഷൻ എൻഡാവുന്ന സമയത്ത് റിയലൈസേഷൻ വരും. ആ സമയത്ത് നമ്മൾ റിയലൈസേഷൻ ചെയ്തിട്ട് കാര്യം ഇല്ല എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം എനർജി കൺവേർട്ടാക്കി ഇനി കാണാൻ പോകുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡെസ്റ്റിനി തന്നെയാണ്. ഇവിടെ കാണുന്നൊരു മേജർ സംഭവം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനിക്ക് പുറമേ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു സ്നേഹം വേണം. നിങ്ങൾക്ക് ജെന്യുവിൻ ആയിട്ടുള്ളൊരു സ്നേഹം വേണം. അതിലുപരി നിങ്ങളുടെ പല ആൾക്കാരുടെ അടുത്ത ഡെസ്റ്റിനി എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീട്, സ്വന്തമായിട്ടുള്ളൊരു സേഫ്റ്റി ആയിട്ടുള്ളൊരു ജോലി, സ്വന്തമായിട്ടുള്ളൊരു ഇരിപ്പിടം, ഫൗണ്ടേഷൻ, അച്ചീവ്മെൻറ്റ്സ്, ഒരു റിലേഷൻഷിപ്പ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നല്ല രീതിക്കുള്ളൊരു സമാധാനമായിട്ടൊന്ന് ജീവിക്കണം, പീസ്ഫുള്ളായിട്ടുള്ള ആഗ്രഹം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. നല്ലൊരു സ്ഥലം, നല്ലൊരു വീട്, പ്ലാനുണ്ട്, ഒരുപാട് പ്ലാനും ലക്ഷ്യബോധവും എല്ലാം ഉണ്ട്. വരുന്ന ആൾക്കാരും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും ചില ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും അടുത്ത് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഈവൻ നിങ്ങളുടെ ഫാമിലിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല രീതിക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ. ചില ആൾക്കാർ ഒഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഭയങ്കര പെയിൻഫുള്ളാണ്, ചില ആൾക്കാർ കോൺഫ്ലിക്റ്റാണ്. എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞൂടാത്ത കോൺഫ്ലിക്റ്റ്. ചില ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടിലിട്ട തത്ത. ചില ആൾക്കാരെ സംബന്ധിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിൽക്കാം, മനസ്സിൽ വിഷമവും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ നമുക്കിങ്ങനെ നിന്നല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യാൻ, നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് നിൽക്കാം എന്നുള്ള സിറ്റുവേഷനാണ്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുമില്ല. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ചില ആൾക്കാരെ സംബന്ധിച്ച് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അങ്ങനെയൊക്കെ ചില സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ കാണിക്കുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് ചില സംഭവങ്ങൾ കൈ കിട്ടുന്ന സമയത്ത് ചില മായിക ലോകത്തോട്ട് പോവും. മായിക ലോകം എന്ന് പറയുന്നത് ഇവൻ റിലേഷൻഷിപ്പായിരിക്കണം. റിലേഷൻഷിപ്പോ കരിയർ ബേസോ ഏതെങ്കിലും ആൾക്കാർ വരുന്ന സമയത്തോ ബ്ലൈൻഡഡ് ആവുന്നുണ്ട്, ബ്ലൈൻഡഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷൻസ് ബ്ലൈൻഡഡ് ആവുന്നുണ്ട്. ചില സിറ്റുവേഷൻസ് പോയി നിന്നിട്ട് നിങ്ങൾക്ക് പറ്റാത്ത സിറ്റുവേഷനാണോ, നിങ്ങൾക്ക് കംഫർട്ട് അല്ലാത്ത സിറ്റുവേഷനാണോ, നിങ്ങൾക്ക് പറ്റാത്ത ഡ്രസ്സാണോ, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത ആഹാരമാണോ, അത് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. അത് ഡൈജസ്റ്റ് ആവത്തില്ല, നിങ്ങൾക്കത് ഡൈജസ്റ്റ് ആവത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫും നിങ്ങളൊരു കിങ് തന്നെയാണ്. ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങളൊരു കിങ് തന്നെയാണ്, നിങ്ങളൊരു രാജാവ് തന്നെയാണ്, പ്രിൻസാണ്, പ്രിൻസസ്സാണ്, അങ്ങനത്തെ ഉള്ള എല്ലാം തന്നെയാണ്. നിങ്ങളൊരു സാധനം ആഗ്രഹിച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് തരും എന്നുള്ളത് ഉറപ്പാണ്. കൈകൊണ്ട് തന്നതിന് ശേഷം പിന്നെന്താണ്, കൈകൊണ്ട് തന്നതിന് ശേഷം അതാണ് മെയിൻറ്റെയിനിങ്. കൈകൊണ്ട് തന്നതിന് ശേഷം ഉള്ള സാധനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സാധനം തരും, സംഭവം ഞാൻ അല്ലെങ്കിൽ തരും, ഡിവൈൻ തരും. അത് തന്നിട്ട് പിന്നെ എന്താണ് സംഭവം, ബാക്കി പറ. ആ സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. തന്നു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആഗ്രഹിച്ച സാധനങ്ങൾ ലൈഫ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അത് വീടായാലും ആഗ്രഹിച്ച് മേടിച്ച വണ്ടി ആയാലും ആഗ്രഹിച്ച് മേടിച്ച സാധനങ്ങളായാലും ആഗ്രഹിച്ച് മേടിച്ച റിലേഷൻഷിപ്പായാലും ആഗ്രഹിച്ച് മേടിച്ച എന്ത് സാധനങ്ങളായാലും നിലനിർത്താൻ വേണ്ടി നോക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യുവിനാണ്, പക്ക ജെന്യുവിനാണ്. ഡെസ്റ്റിനി അനുസരിച്ച് പോകേണ്ട വ്യക്തികൾ തന്നെയാണ്. ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പിടിച്ചിരുത്തി കലാകാരന്മാരായിട്ട് സംഭവങ്ങളൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട്. ചില ആൾക്കാരുടെ ഇതിലൊക്കെ കല കിടപ്പുണ്ട്, എത്തിപ്പെടേണ്ട കല. പക്ഷേ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എന്താ പറയുക, ക്യാരക്ടറൈസേഷനാണ് സംഭവം കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്യാരക്ടറിലോട്ട് കയറും, പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും, പെട്ടെന്ന് ഇൻഫാക്ച്വേഷൻ ആവും. അതുപോലെ തന്നെ എന്താ പറയുക, ചില കാര്യങ്ങളിൽ പെട്ടെന്ന് അഡിക്റ്റും ആവും. അങ്ങനത്തെ ഉള്ള ഒരാൾക്കാരെ സംബന്ധിച്ചാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഫസ്റ്റ് പ്ലേസ് ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇരിക്കേണ്ട പൊസിഷനിൽ നിങ്ങൾ ഇരിക്കണം
കേട്ടോ. അല്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും കയറിയിരിക്കും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കി നിങ്ങൾ അവിടെ ഇരിക്കണം. ഇനി അത് എത്ര സിറ്റുവേഷൻ, എത്ര വലിയ ഡൗൺ ഫീലർ സിറ്റുവേഷൻ വന്നാലും അത് വിട്ടു കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരും, പക്ഷേ അത് നിങ്ങളുടെ സ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളവിടെ ഇരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് റിട്ടേൺ കിട്ടത്തുള്ളൂ, നിങ്ങളുടെ ലൈഫിലോട്ട് അത് വരത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ അത് വേണം എന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ പിടിച്ചെടുക്കണം ആ സ്ഥാനം. ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫ്ലുവൻസ് ആവും ആൾക്കാരിൽ. ഒരുപാട് ഇൻഫ്ലുവൻസ് ആവും എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചിലതിൽ ഇപ്പം മമ്മൂട്ടിയുടെ പടമോ മോഹൻലാലിൻ്റെ പടമോ ഏതെങ്കിലും ഫിലിം കാണുന്നുണ്ട്, അതിലോട്ട് കൂടുതലും ഇൻഫ്ലുവൻസ് ആവും. അങ്ങനെ ആവണം, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ട് അതാവണം, അല്ലെങ്കിൽ അങ്ങനെ ആവണം, ആ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെടും. അപ്പം നിങ്ങളാരാണ് നിങ്ങൾക്കിതുവരെ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ബാക്കിയുള്ളവരിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, അത് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാവാണ്ട് ബാക്കിയുള്ളവരിൽ ഇൻഫ്ലുവൻസ് ആയിക്കഴിഞ്ഞാൽ അടുത്ത ജന്മം ഇനി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരേണ്ടി വരും, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഭയങ്കര പണിയാവും. അങ്ങനത്തെ ഒരു ജന്മം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പണിയാവും. ജസ്റ്റ് തിങ്ക് ചെയ്യൂ. അപ്പം ഇവിടെ കാണിക്കുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഒരുപാട് ഇഷ്യൂസ് വരും, ഒരുപാട് സിറ്റുവേഷൻസ് ഡൗൺ ആയി ടവർ എനർജി വന്ന് കത്തിക്കരിഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് വരും. എന്തുകൊണ്ടിങ്ങനെ വരുന്നു? യൂണിവേഴ്സ് പരീക്ഷിക്കുന്നു. എന്തിന് പരീക്ഷിക്കുന്നു? നിന്നെക്കൊണ്ടത് പറ്റുമോ ഇല്ലയോ? നിനക്കൊരു സാധനം ഞാൻ തരാം, എളുപ്പത്തിൽ തരത്തില്ല, ഞാൻ മാറ്റി ഇങ്ങനെ വെക്കും ഈ ഒരു സാധനം. ഇല്ലെങ്കിൽ ഈ ഒരു ടാറോ കാർഡ് റീഡിംഗ് ബുക്ക് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഇതെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചോ. അങ്ങനെയല്ല ദൈവം തരുന്നത്. ഇവിടെ വയ്ക്കും. അപ്പോൾ നീ ഓരോ വഴികളിൽ പോകുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പഠിച്ച് ഇതിലോട്ട് എത്തുന്ന സമയത്ത് നീ പഠിച്ച് വെൽ സെറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് ടവർ എനർജി തരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ദൈവങ്ങൾ തരുന്നത്. അത് റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും ഫിനാൻസിലായാലും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം തരുന്നതിൻ്റെ കാര്യം എന്തിനാണ്? നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ എനർജി ലോസ്റ്റ് ആവും, കുറേ സിറ്റുവേഷൻസ് പോവും, കുറേ കാര്യങ്ങൾ ലൈഫിൽ നിന്ന് പറഞ്ഞാൽ കുറേ ടൈം പോവും, എല്ലാം പോവും. കുറേ അധികം കാര്യങ്ങൾ വേണ്ടി കുറേ ആൾക്കാർ വരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും. കുറേ പ്രശ്നങ്ങളുണ്ടായി, ലൈഫിൽ കുറേ ഇൻസിഡൻ്റ് ഉണ്ടായി, വേണ്ടതും വേണ്ടാത്തതും എല്ലാ ആൾക്കാരും ലൈഫിൽ നിന്ന് അങ്ങ് മാറി നിൽക്കും. പക്ഷെ പണി പഠിക്കും, നിങ്ങൾ വ്യക്തമായിട്ടുള്ള പണി പഠിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് ഡിവൈനാണ്. ഇത് ഡിവൈൻ നിങ്ങളെ തെളിയിക്കുന്നതാണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ സോളും ഇത് കോൺട്രാക്റ്റ് ഒപ്പിട്ട് വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ്. അതിൻ്റെ അകത്ത് ഏഞ്ചൽസ് ഉണ്ട്, നിങ്ങൾ കാണാത്ത കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. അതിന് പുറമെ ഡിവൈൻ ഉണ്ട്, യൂണിവേഴ്സ് ഉണ്ട്, പ്രപഞ്ചങ്ങൾ, പഞ്ചഭൂതങ്ങളായ എല്ലാ ശക്തി ഇതിനകത്തുണ്ട്. ഇതെല്ലാമാണ് ക്രിയേറ്റഡ് ആണ്. ഇറ്റ്സ് എ മിറാക്കിൾ. ഓക്കെ, അപ്പം ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങനെ വന്ന് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡാർക്ക് നൈറ്റ് ഓഫ് സോളൊക്കെ വരും, എല്ലാവർക്കും വരുന്ന സിറ്റുവേഷൻ തന്നെയാണ്. എന്നും പറഞ്ഞ് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് മനസ്സിലാക്കാണ്ട് പോകരുത്. ഡെസ്റ്റിനി എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർ കിങ് ആണ്. ഞാൻ നിങ്ങളുടെ ഡെസ്റ്റിനി ആണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരത്തില്ല, അത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ അതിലോട്ടുള്ള വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ്, ഏതാണ്, എങ്ങോട്ടാണെന്നുള്ള വഴിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡെസ്റ്റിനി എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തൂലേ? പിന്നെ നിങ്ങളെന്തിനാണ് ഇവിടെ? ഓക്കെ, അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാട്ടർ സൈൻ, ഫയർ സൈൻ, എയർ സൈൻ, അങ്ങനെ കുറേയധികം സൈനുകളുണ്ട്, കുറേയധികം ഉണ്ട്. പലർക്കും പല ഡെസ്റ്റിനി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ചിലർ കിങ് ആയിരിക്കും, ചിലർ കിങ് മേക്കർ ആയിരിക്കും. ചില ആൾക്കാരുടെ ലൈഫിൽ വരുന്ന സമയത്ത് ഒരുപാട് ബ്ലെസ്സിങ്സും കൊണ്ടുവരും. ചില ആൾക്കാരുടെ ലൈഫിൽ വരുന്ന സമയത്ത് ഒരുപാട് ബ്ലെസ്സിങ്സ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനത്തെ കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ ആയിട്ട് അങ്ങനത്തുള്ള സംഭവങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡെസ്റ്റിനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയേണ്ടത് നിങ്ങളായിട്ട് കണ്ടുപിടിച്ച് പോകേണ്ട സിറ്റുവേഷൻസാണ്. നിങ്ങളായിട്ട് അതിൽ എത്തിപ്പെടണം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെയാണ് രാജാവ്. ഈ അമ്പലത്തിലും പള്ളികളും അവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ എന്താ പറയുക, വിഗ്രഹങ്ങളെയും അതുപോലെ ഇവരെയൊക്കെ നമ്മൾ കുളിപ്പിക്കും. നിങ്ങൾ കുളിക്കുന്ന എന്തിനാണ്? നിങ്ങളുടെ ഉള്ളിലൊരു വിഗ്രഹമുണ്ട്, നിങ്ങളുടെ സോള് എന്ന് പറയുന്ന വിഗ്രഹം, അതിനെ തന്നെയാണ് കുളിപ്പിക്കുന്നത്. അങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സോള് പറഞ്ഞു തരും, ഇല്ലേ? നമ്മുടെ സോള് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും.
വെള്ളം കാണുന്ന സമയത്താണ് നമ്മളെ സോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. കാരണം എന്താണ്, നമ്മളെ സോളിനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സോളിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. കുളിക്കുന്ന സമയത്ത്, വെള്ളം കാണുന്ന സമയത്ത് ഒരുപാട് ഐഡിയസ്, ഒരുപാട് പാട്ട് പാടും, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കുളിക്കുന്ന സമയത്ത്. അതെന്തുകൊണ്ട് നമ്മളവിടെ ഹാപ്പി ആവുന്നു? കാരണം നമ്മളെ സോളിനെ സ്നേഹിക്കുന്നു ആ സമയത്ത്. വേറെയുള്ള സമയങ്ങളിൽ നമ്മളെ സോളിനെ സ്നേഹിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല, ബാക്കിയുള്ളവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഡെസ്റ്റിനി എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, എങ്ങനെ പോകണം എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനിയും നിങ്ങൾക്ക് ക്ലാരിറ്റി ആണെങ്കിൽ ഞാൻ ഇനിയും പറഞ്ഞുതരാം. ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതാത് ടൈമിൽ അതാത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഒരുപാട് പ്ലാൻ തരും, ഒരുപാട് സിറ്റുവേഷൻസ് വരും, അതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളയേണ്ടി വരും. പല ആൾക്കാരും വരും, പല സിറ്റുവേഷൻസ് വരും, പല പ്രോബ്ലംസ് വരും, പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള സമയം ആകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ ഏത് ക്ലാസ്സിൽ പോയിട്ടും എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ആ ഒരു ടൈമിൽ തലവര എന്ന് പറയും, അത് നമുക്ക് മാറ്റാനും പറ്റും. നമ്മുടെ പ്രവൃത്തികളും നമ്മളുടെ സിറ്റുവേഷൻസും കൂടി, ഇപ്പം ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും എല്ലാം അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന നന്മ വെച്ചിട്ട് നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. നല്ല സമയം കഴിഞ്ഞ് ഒരു ചീത്ത സമയം വരും, ആ ചീത്ത സമയത്ത് നല്ല സാധനങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്കൊരു നല്ല സമയം വരും, അത് കഴിഞ്ഞിട്ടൊരു ചീത്ത സമയം വരും. ആ ചീത്ത സമയം വരുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ചീത്ത സമയത്തിലോട്ട് കേട്ടാൻ പറ്റും. നിങ്ങളുടെ സോളും നോക്കത്തില്ല, നിങ്ങളുടെ ഡിവൈനും നോക്കത്തില്ല, എല്ലാം നല്ലത് ചെയ്യണം. മോസ്റ്റ് ഓഫ് ദ ടൈം നല്ലത് കഴിഞ്ഞാൽ ഡെസ്റ്റിനി അല്ല, നിങ്ങളുടെ വിധി തന്നെ മാറി, നിങ്ങളുടെ ഡെസ്റ്റിനിയൊക്കെ മാറും, അതിനനുസരിച്ച് മാറി നിങ്ങളുടെ ലൈഫിലോട്ട് പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി തുടങ്ങും. അതിനൊരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മൾ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും, നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ല, ഡൈജസ്റ്റ് ആവാത്ത ഫുഡ്, അതൊക്കെ തന്നെയാണ് പറഞ്ഞ കണക്ഷൻസിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ടൈം വരുന്നവരെ വെയിറ്റ് ചെയ്യുക, റിട്ടേൺ ആ ടൈം നല്ലതാക്കാൻ വേണ്ടി നോക്കുക. പിന്നീട് കിട്ടുന്ന ഒരുപാട് പ്ലാനും കാര്യങ്ങൾ, നമ്മളായിട്ട് വരച്ച് വയ്ക്കുന്ന പ്ലാനും, നമ്മളായിട്ട് ചെയ്തു വയ്ക്കുന്ന സിറ്റുവേഷൻ, നമ്മളായിട്ട് പോകേണ്ടത് വഴിയല്ലല്ലോ ഇത്. ഡിവൈനായിട്ട് തെളിയിച്ച് വെക്കേണ്ട കുറേയധികം സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഡിവൈനായിട്ട് കുറേയധികം കാര്യങ്ങൾ തരും. അതിന് വേണ്ടിയിട്ട് നല്ല സമയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. നല്ല സമയം വരുമ്പോഴത്തേക്കും നല്ലത് മാത്രം ചെയ്യുക. അത് കഴിഞ്ഞ് ചീത്ത സമയം വരുമ്പോഴത്തേക്കും അവിടെ നല്ലത് മാത്രം ചെയ്യുക. അപ്പം നിങ്ങളുടെ കയ്യിലൊരു പ്ലാൻ പേപ്പർ തരും, അതായിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിനി. ആ ഡെസ്റ്റിനി അനുസരിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടാകും. എങ്ങോട്ടാണ്, ഏത് വഴിയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാകും. ആ വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ ഡെസ്റ്റിനി എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞ് നിങ്ങൾക്ക് അതിലോട്ട് പോകാൻ പറ്റും എന്നുള്ളതിന് കാണാൻ പറ്റുന്നത്. അപ്പം അതിലോട്ട് പോകുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ പ്രശ്നങ്ങളും കാര്യങ്ങളും തടസ്സങ്ങളും കണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഡിവൈൻസിനെ വിളിക്കാം, ദൈവങ്ങളെ വിളിക്കാം, നിങ്ങളുടെ സോളിനെ വിളിക്കാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ കണക്ട് ചെയ്യാം. നല്ല കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് കണക്റ്റഡ് ആവും കേട്ടോ. നല്ല കാര്യത്തിനാണ് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചോദിച്ചതിനുള്ള ആൻസറായിട്ട് ഒരു ലൂപ്പ് കണക്കിന് ഡിവൈൻസ് നിങ്ങളുടെ കയ്യിലോട്ട് വരും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് പേയിൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊരു ആകാശിക് റെക്കോർഡാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന സിറ്റുവേഷൻസും എനർജിയും കാര്യങ്ങളെല്ലാം ടോട്ടൽ വേറെ കണക്കാണ്. നോർമലി ഞാൻ എടുക്കുന്ന റീഡിങ്ങും ഈ റീഡിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് കിട്ടുന്ന എനർജിക്ക് അനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്. നമുക്ക് കിട്ടുന്ന എനർജി എന്താണോ അതാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് ഞാനും മാറും. അപ്പം അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഡെസ്റ്റിനി കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്താ പറയുക, കൂടെ നിൽക്കുന്നവരെയും അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറയാം. ഇപ്പോൾ ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അമ്മക്കിളി കുട്ടികളെ ഊട്ടുന്നതാണ്. ഈ അമ്മക്കിളി കുട്ടികളെ ഊട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനാണ്. ആ സൈൻ്റെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വശം പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് അമ്മേനെ എടുക്കാം. പക്ഷെ നമ്മൾ അമ്മേനെ എല്ലാവരും ഊട്ടുന്ന ഒരു ദൈവമുണ്ട്, യൂണിവേഴ്സ്. നിങ്ങൾക്ക് വെള്ളം തരുന്നുണ്ട്, നിങ്ങൾക്ക് ജലം തരുന്നുണ്ട്, നിങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ തരുന്നുണ്ട്. ഇതൊക്കെ അങ്ങ് നിന്ന് പോയാലോ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം തരുന്ന യൂണിവേഴ്സ്, നിങ്ങൾക്ക് കാണാൻ, കണ്ണ് കുളിർക്ക് കാണാൻ നിങ്ങൾക്ക് കാഴ്ചകൾ, വെള്ളം എല്ലാം തരുന്ന ദൈവം. ആ ദൈവം ആരാണ്? ഈ ഭൂമിയാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനി. ഇനി ഞാൻ ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈനായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, മോനെ ആ സീൻ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല നമ്മൾ ഓരോ കാര്യം. ഇതിന് മേളിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള എക്സാമ്പിൾസ് ഇല്ല. അപ്പം
ആ അമ്മ കരഞ്ഞുകൊണ്ടാണ് ഓരോ സാധനങ്ങളും നമുക്ക് ത്യജിച്ച് തരുന്നത്. ഓക്കെ, നമ്മളെ വളർത്തും കണക്ക് തന്നെയാണ് യൂണിവേഴ്സ് നമ്മളെ വളർത്തുന്നത്. എല്ലാവരും നമ്മളെ അമ്മമാരുൾപ്പെടെ അവർ ത്യജിച്ചായാണ് നമുക്കിതെല്ലാം തരുന്നത്. അവരെ ചോര നീരാക്കിയാണ് നമുക്ക് മഴ തരുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാകത്തില്ല. അവരൊരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ജസ്റ്റ് ഇമോഷണലാവണ്ട, ജസ്റ്റ് ചിന്തിച്ചാൽ മതി എന്താണ് ഏതാണെന്നൊക്കെ. അപ്പം വ്യക്തമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എല്ലാം വരും. നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രം അവരെ വിളിച്ചാൽ പോരാ, നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രം അവർ കാര്യങ്ങൾ എടുത്താൽ പോരാ. അവരുടെ ആവശ്യത്തിന് വേണ്ടിയും കൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നിങ്ങളെ വീട്ടിലായിരിക്കും പൈസ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ഡെസ്റ്റിനിലോട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇറങ്ങാൻ പറ്റും, എല്ലാത്തിലോട്ട് ഇറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം നിങ്ങൾ മാക്സിമം നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാ കാര്യവും നിങ്ങൾ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുക. ബട്ട് അതിനുൾപ്പെടെ നന്ദി പറയുക യൂണിവേഴ്സിൻ്റെ അടുത്ത്. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങിലോട്ട് പോകാമേ. ഓക്കെ, അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പൈൽ, സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. നിങ്ങളുടെ എന്താ പറയുക, ഡെസ്റ്റിനി അല്ലെങ്കിൽ നിങ്ങളുടെ ആകാശിക് റെക്കോർഡ് ഉള്ള ഒരു റീഡിംഗ് ആണ്. നോക്കാം. സെക്കൻഡ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ അധികം സംഭവങ്ങളുണ്ട്. ഒരുപാട് പേര് നിങ്ങളുടെ ലൈഫിൽ തകർച്ചകളും, ഒരുപാട് പേര് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് കേട്ടോ. കർമ്മ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആൾക്കാരെ നിങ്ങൾ മേജർലി സൂക്ഷിക്കണം. നിങ്ങളുടെ ലൈഫിൽ എന്ത് ഇൻറ്റൻഷനിലൂടെയാണ്, ഏത് വ്യക്തികൾ നിങ്ങളോട് എങ്ങനെയാണ് വരുന്നത്, ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നൊക്കെ നിങ്ങളെ കൂടുതലും നിങ്ങളുടെ ലൈഫ് എന്താണ് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫ് ഇപ്പം നിങ്ങളുടെ ലൈഫിൻ്റെ ബാക്ക് ജേണി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലമൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് നോക്കുക, ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്താണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരിൽ നിങ്ങൾ ഡിപ്പെൻഡഡ് ആവുന്നുണ്ട്. അതായത് ഒരാൾ മാത്രം ആയിരിക്കത്തില്ല നിങ്ങളെ ഈ പറഞ്ഞ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചേർന്ന്, മേ ബി നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ എനർജി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈവൻ സൈക്കിക് എനർജി ആണെന്നുണ്ടെങ്കിലും അല്ലാത്ത നോർമൽ എനർജി ആണെന്നുണ്ടെങ്കിലും. പക്ഷേ നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് തകർച്ചകളും പ്രശ്നങ്ങളും ഇഷ്യൂസും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളെ ക്രൂശിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളെ ഡെസ്റ്റിനി പോയിന്റിലോട്ട് എത്തുന്നത്. കാരണം പെട്ടെന്ന് എളുപ്പത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമല്ല നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. സെക്കൻഡ് പേര് ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഇഷ്യൂസും പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായതിനു ശേഷം ഒരുപാട് എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്ന് പാഠങ്ങൾ പഠിപ്പിച്ച് തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കൊരു അതെന്ന് വരെ നിങ്ങൾക്ക് കാത്തിരിക്കും. അതെന്ന് വരെ നിങ്ങളെ കാത്തിരിക്കണം. ആ ഡെസ്റ്റിനി, ആ വിധി അല്ലെങ്കിൽ ആ ലക്ഷ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര ടൈമാണോ കാത്തിരിക്കും. കാരണം നിങ്ങൾക്ക് ആവശ്യം പോലെ ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നതിന് ശേഷം, അതായത് ഒരുപാട് ആൾക്കാരുടെ വിജയവും ഒരുപാട് ആൾക്കാരുടെ സക്സസ്സും ഒരുപാട് ആൾക്കാരുടെ ജീവിതാനുഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികളും നേരിട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം വിധിപ്രകാരം നിങ്ങൾക്ക് വേണ്ടി ആ ടൈം അവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് ആ ലൂപ്പ് വിട്ട് നിങ്ങൾ അവിടെ എത്തണം എന്നുള്ള ഒരു ഡെസ്റ്റിനി നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ആ ഒരു ജേണിയിലോട്ട് എത്തിപ്പെടും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതെന്ന് വരെ നിങ്ങളുടെ ലൈഫിൽ ആൾക്കാരൊന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കത്തില്ല. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പോലും വെളിയിൽ നിന്നൊക്കെ ആയിരിക്കും. ഒരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരും കാണണമെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾ ഉപകാരം ചെയ്ത ഒരു വ്യക്തികളിൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരം കിട്ടണം എന്ന് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഡിവൈനിറ്റി അല്ലെങ്കിൽ ഡിവൈൻ പരമായിട്ടുള്ള ആൾക്കാരായിരിക്കണം ഒരുപാട് വരേണ്ടത് നിങ്ങളുടെ ലൈഫിൽ. ഒരുപാട് എന്താ പറയുക തകർച്ച സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്തും ഡിവൈൻ തന്നെയാണ് നിങ്ങളെ ഓൾമോസ്റ്റ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെസ്റ്റിനി ഓൾമോസ്റ്റ് ഉള്ള ആൾക്കാർ തന്നെയാണ്. ഒരുപാട് സക്സസ്സിലോട്ട് എത്തണം, ഒരുപാട് സക്സസ് എത്തും
എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ ഒരുപാട് തടസ്സങ്ങളായിരിക്കും. ഒരുപാട് തടസ്സങ്ങളുള്ള വഴികളായിരിക്കും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡെസ്റ്റിനിയിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറൊരു വേൾഡ് തന്നെ അവിടെ തുറക്കും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ജേണിയാണ്. ജേണിയിലോട്ട് പോകാൻ ഒരു കഷ്ടപ്പാടുള്ള ജേണിയും കാര്യങ്ങളും സ്പിരിച്വൽ ജേണിയും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻസും അങ്ങനത്തെ ഉള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ജേണിയിൽ വരുന്ന ആൾക്കാർ നിങ്ങളുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് വരിക. അതായത് ഒരു സർവൈവൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങളുടെ ജേണി എന്ന് പറയുന്നത് ഒരു സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓരോ ദിവസം പ്രതിസന്ധികളും കാര്യങ്ങളും വരുന്ന സമയത്ത് ആ പ്രതിസന്ധികളെ എത്രത്തോളം നിങ്ങൾ നേരിടുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിനി. അതായത് ടൈമറുണ്ട്. ആ ടൈമറിനനുസരിച്ച് നിങ്ങളവിടെ എത്തിപ്പെട്ടാൽ മതിയാകും എന്നുള്ളത്. കാരണം അവിടെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അത് വെച്ചിട്ടുണ്ട്. അത് എവിടെയും പോകത്തില്ല, ആരുടെ കയ്യിലും പോകത്തില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തിപ്പെടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്ന ഒരു മേജർ സംഭവം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ എനർജി, അതുപോലെ തന്നെ എന്താ പറയുക, സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് സക്സസ് അനുഭവിക്കണമെന്നില്ല. സക്സസ് അതായത് നിങ്ങളുടെ അച്ഛൻ അമ്മയുടെ പ്രാർത്ഥന, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തുള്ള ആൾക്കാരുടെ പ്രാർത്ഥന, പിന്നെ ഡെസ്റ്റിനി പ്രകാരം ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മേജർലി ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പാസ്റ്റുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. പാസ്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ഒരു എന്താ പറയുക, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളൊരു യോഗ മാസ്റ്ററോ ടാറോ കാർഡ് റീഡറോ അല്ലെങ്കിൽ അസ്ട്രോളജിസ്റ്റോ അല്ലെങ്കിൽ അത് ഈ പടം വരയ്ക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഫിലിം ഫീൽഡോ അല്ലെങ്കിൽ ഏതാണോ അത്ലറ്റോ, അപ്പം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ കഴിവുകൾ നിങ്ങൾക്ക് അതുണ്ടാവും. നിങ്ങളത് ചെറുപ്രായം മുതലേ നിങ്ങളുടെ ഉള്ളിൽ ആ സാധനം ഉണ്ടാവും. ഇപ്പം യോഗ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറയുന്നത് എന്താ പറയുക, യോഗപരമായിട്ടുള്ള സംഭവങ്ങളായിരിക്കത്തില്ല നിങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ഓടാനും ചാടാനും മരത്തിൽ വലിഞ്ഞ് കയറാനും അങ്ങനത്തേക്കുള്ള ഓരോ പ്രവണതകളുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയുക, പടം വരയ്ക്കുക, ചുമരിൽ വരയ്ക്കുക, അങ്ങനത്തെയൊക്കെ ഓരോ സംഭവങ്ങൾ കാണിക്കും. എഴുത്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെയൊക്കെ ഓരോ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡെസ്റ്റിനി ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ അധികം സാക്രിഫൈസേഷൻ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ എന്താ പറയുക, ഗുരുക്കന്മാർ, നിങ്ങളുടെ കഴിഞ്ഞ അതായത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള പാസ്റ്റിൽ നിന്നുള്ള ആൾക്കാരുടെ ജീൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതായത് അവർ സാക്രിഫൈസ് ചെയ്തതിൻ്റെ കുറേയധികം നന്മകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മേ ബി അവർ ചിന്തിച്ച് കാണും, എന്താണ്, എൻ്റെ കുടുംബം നന്നായാൽ മതി, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ലത് മാത്രം വന്നാൽ മതി, എനിക്ക് കുറച്ച് പ്രശ്നം വന്നാലും കുഴപ്പം ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്തായിരിക്കും നിങ്ങളെങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ. അവരുടെ ഒരു ഡെസ്റ്റിനിയിലോട്ട് പോകാനും ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നു. അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറഞ്ഞതിന് ശേഷം അവരുടെ ആഗ്രഹങ്ങൾക്ക് വാല്യൂ കൂടാനും ഉള്ള ചാൻസ് ഉണ്ട്. അതും ഒന്ന് നോക്കുക. അതേപോലെ തന്നെ അവരുടെ ചില ട്രോമാസും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതലും ട്രോമാസ് അല്ല, കൂടുതലും എന്താ പറയുക, ഒരു പാഠങ്ങളാണ്, പാഠങ്ങളാണ്. നിങ്ങൾക്ക് വരുന്ന ഓരോ സിറ്റുവേഷൻസും, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ അനുഭവങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ ഡിവൈൻ സപ്പോർട്ടും എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അവർ മുഖേന നിങ്ങൾക്ക് കിട്ടിയതായിരിക്കണം. മേ ബി അവർ ഭയങ്കര ലോക്കൽ സിറ്റുവേഷൻ, ഭയങ്കര ഡൗൺ ടു എർത്ത്, ഭയങ്കരമായിട്ടും അവർക്ക് വലിയ സക്സസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. കാരണം അവരത് നിങ്ങൾക്ക് വേണ്ടി വെച്ച് നീട്ടി, അവരുടെ ഡെസ്റ്റിനിയും അവരുടെ വിധിയും അവരുടെ ലൈഫും എല്ലാം നിങ്ങൾക്ക് വെച്ച് നീട്ടുന്ന സമയത്ത് അവർക്ക് വലിയ വിദ്യാഭ്യാസം കാണത്തില്ലായിരിക്കണം, പക്ഷേ അവർക്കൊന്നും കാണത്തില്ലായിരിക്കണം. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ആവണം എന്നുള്ള അത് ഡെസ്റ്റിനി ആയിട്ട് മാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പാസ്റ്റിൽ നിന്നുണ്ടാവുന്ന കഴിവുള്ള ആൾക്കാർ, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാർ, അതൊക്കെ ഡെസ്റ്റിനി ആയിട്ട് മാറാനുള്ള ഒരുപാട് ഇതുണ്ട്.
ഈവൻ എന്താ പറയുക, ഇപ്പം നിങ്ങൾ ഓവറായിട്ട് സംസാരിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളൊരു അഡ്വക്കേറ്റോ ആ രീതിക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾ എത്തിപ്പെടും. കാരണം നിങ്ങളുടെ സോൾ അത് സോൾ ഭയങ്കര ക്രേവിങ് ഉണ്ടാവും. അത് ചെയ്യണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും. ലാസ്റ്റ് അതിൽ തന്നെ നിങ്ങൾ എത്തിപ്പെടും. എന്തൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ആ ഒരു ഡെസ്റ്റിനിലോട്ട് തന്നെ എത്തിപ്പെടും. ചിലർ പറയും ഹാർഡ് വർക്ക് ചെയ്യണം, അതിലോട്ട് എന്താ പറയുക, അതിന് വേണ്ടി ഇത് ചെയ്യണം. പക്ഷേ അത് ഡെസ്റ്റിനിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ ലൈഫിലൂടെ വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവും. ആ ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധി വരും. അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു സ്പാർക്ക് വരും. ഇതല്ല ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ജോലിയല്ല ഞാൻ ചെയ്യേണ്ടത്, ഞാൻ പോവേണ്ട ഇതിലോട്ടാണ്. അപ്പം നമ്മൾ അതിലോട്ട് ഇറങ്ങി തിരിക്കുന്ന സമയത്ത് അത് നമ്മൾ എടുക്കണം. ആ ഒരു ആക്ഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവും. ബാക്കിയെല്ലാം നമ്മുടെ ലൈഫിലോട്ട് വന്ന് ചേരും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ഒരു. പക്ഷേ അത് ഡെസ്റ്റിനിയാണ്. ഡെസ്റ്റിനി പ്രകാരം അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അത് ഒരുപാട് പേര് നിങ്ങൾ തന്നെ അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ നിങ്ങൾ ഡിവൈനായിട്ട് കുറേയധികം ആൾക്കാരെ സഹായിക്കുന്നുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം, നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഞാൻ ഏത് സ്വീകരിക്കണം, എന്ത് മേഖല സ്വീകരിക്കണം, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ഡെസ്റ്റിനി എന്താണെന്നൊരു ഫീലില്ലാത്തൊരു സിറ്റുവേഷൻ. അറിയാം, ഒരുപാട് കഴിവും കാര്യങ്ങളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും എല്ലാം ഉണ്ട്. ഒരുപാട് ഡിവൈൻ സ്പിരിച്വൽ പരമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉള്ള ആൾക്കാരാണ്, ഒരുപാട് ഡിവൈൻ ടച്ചുള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പം എന്താ പറയുക, ആർട്ട് പരമായിട്ടുള്ള സംഭവങ്ങളിലൊക്കെ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, തീരുമാനങ്ങൾ എടുക്കാൻ ഭയങ്കരമായിട്ടും കഴിവുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ഒരുപാട് ഡെസ്റ്റിനി പരമായിട്ട് ഒരുപാട് മേഖലകൾ എത്തിപ്പെടേണ്ട ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എന്താ പറയുക, നിങ്ങൾ ഒരു സക്സസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി ആൾക്കാർ വരണം എന്നുള്ള രീതിക്ക് വരെ നിങ്ങളുടെ ഡെസ്റ്റിനി മാറും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം അത്രയും ആക്സസബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആക്സസ് ആണ്, എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇവിടെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് വെറുതെ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി മാറ്റുന്നൊരു സിറ്റുവേഷൻ. ഇപ്പം ഞാൻ പറയുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മൾ പോസിറ്റീവ് ചിന്തിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും, നെഗറ്റീവ് ചിന്തിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നടക്കും. അപ്പം ആ നെഗറ്റീവ് ചിന്തിക്കാണ്ടിരിക്കുക, നിങ്ങളായിട്ട് ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ പോകാണ്ടിരിക്കുക. കാരണം ഡിവൈൻ ഓൾമോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്, അവർക്ക് അതായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ കയറി നിങ്ങളുടെ ഡെസ്റ്റിനി മാറ്റാണ്ടിരിക്കുക, ഒരുപാട് വിഷമിക്കാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. വിഷമിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഡെസ്റ്റിനി മാറ്റാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇന്നും എന്തെന്നില്ലാതെ നിങ്ങളുടെ വിളി ദൈവം കേൾക്കാണ്ട് നിൽക്കുന്ന ഒരുപാട് പേര്, ചിറകുടിഞ്ഞ് കിടക്കുന്ന മാലാഖമാരെ ഞാൻ ഒരുപാടിവിടെ കാണുന്നുണ്ട്. എന്താണ് ഏതാണ് എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഡിവൈൻ്റെ അടുത്തൊരു ഒരു എന്താ പറയുക, ഒരു പരിതാപാവസ്ഥയിൽ നിൽക്കുന്ന കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റും. ഡിവൈനായിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല, നിങ്ങളായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലോസ്റ്റ് സിറ്റുവേഷൻ. ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിനേക്കാളും നിങ്ങൾക്കൊരു ആരോഗ്യവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു എന്തോ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ലൈഫിൽ വന്ന് ഓക്കെ ആവുന്നില്ല, എന്തോ ഞാൻ തേടി നടക്കണം, അല്ലെങ്കിൽ എന്തോ എൻ്റെ ലൈഫിൽ വരണം എങ്കിൽ മാത്രമേ ഫുൾഫിൽഡ് ആവുള്ളൂ. അത് ഡെസ്റ്റിനിയാണോ എന്താണോ എന്നറിയാതെ ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ദൈവം ആ വിളി കേൾക്കുന്നുമില്ല. ഒരു വല്ലാത്തൊരു ലൂപ്പിൽ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. യെസ്, അപ്പം ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾ ഒരുപാട് പൊരുതേണ്ടി വരും.
അതുമാത്രമല്ല ചില ലൂപ്പുകൾ ക്രിയേറ്റ് ആയതിന് ശേഷം അല്ലെങ്കിൽ മേ ബി ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം, കരിയർ റിലേറ്റഡ് ആയിരിക്കാം, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഒരുപാട് പ്രശ്നങ്ങളും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഒരുപാട് ആൾക്കാരും നിങ്ങളുടെ ലൈഫിലോട്ട് വരും. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ശക്തി, നിങ്ങൾ എത്രത്തോളം ഇമോഷണലി ഡൗൺ ആവാണ്ട് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നോ, നിങ്ങളുടെ കംഫർട്ട് സോൺ പൊട്ടിച്ച് നിങ്ങളുടെ ഓരോ ഡോർ ഓപ്പൺ ആക്കി പോകുന്നു, അതിനനുസരിച്ച് മാത്രമേ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള നിങ്ങൾക്ക് എത്താൻ പറ്റത്തുള്ളൂ. കാരണം സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് വലിയൊരു പൊസിഷനിൽ എത്തേണ്ട ആൾക്കാർ തന്നെയാണ്. അതായത് ഒരു എന്താ പറയുക, വായിൽ വെള്ളിക്കരണ്ടി കൊണ്ട് ജനിച്ച വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ചെറിയ ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ചെറിയൊരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രതിസന്ധി തരണം ചെയ്തതിൻ്റെ ഫലമായിട്ട് എത്തിപ്പെടുന്ന, സ്ട്രഗിൾ ചെയ്ത് എത്തിപ്പെടുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ലോ പോയിന്റ് എന്തായാലും നിങ്ങളൊരു കൊട്ടാരത്തിൽ ഇരിക്കേണ്ട ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജ്ഞിയായിട്ട് ഒരു ദിവസം മാറും എന്നുള്ളവിടെ കാണാൻ പറ്റുന്നു. കാരണം വലിയ ദൂരം ഇല്ല, നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് നിങ്ങൾക്ക് വലിയ ദൂരമോ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് തടസ്സങ്ങളും കുണ്ടും കുഴിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ ആ ഒരു ചെറിയ ലൂപ്പിൽ നിന്നും വലിയ ലൂപ്പിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വലിയ തടസ്സങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല. പക്ഷേ കുറച്ചധികം ആൾക്കാരുമായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആൾക്കാരെ പേടിക്കുക. ഇവിടെ സെക്കൻഡ് മേൽ ചൂസ് ചെയ്തേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആൾക്കാർ. നിങ്ങളുടെ ലൈഫിൽ എത്തിപ്പെടുന്ന സിറ്റുവേഷൻസ് അതൊക്കെ എന്താണ് എന്ന് നിങ്ങൾ കൂടുതലും പഠിച്ചതിന് ശേഷം മാത്രം പഠിച്ചതിന് ശേഷം നിങ്ങളുടെ കാര്യം എന്താണോ അത് നോക്കി പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ഉള്ള ആൾക്കാർ ശ്രമിക്കുക. ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറഞ്ഞത്, നിങ്ങളെ സംബന്ധിച്ച് ഒരു കൂട്ടിലടക്കപ്പെട്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ജയിലിലടക്കപ്പെട്ട സിറ്റുവേഷനിലായിരിക്കണം കാണേണ്ടത്. എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം നിങ്ങൾക്ക് മുന്നോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വേ കറക്റ്റ് ആവുന്നില്ല, എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങളുടെ ആരോഗ്യമായിരിക്കണം, ചക്രാസ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ മൂലം നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്ന ഡെസ്റ്റിനി അല്ലെങ്കിൽ വരാനിരിക്കുന്ന സിറ്റുവേഷൻസ് ലോ ആക്കപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ നല്ല ഡെസ്റ്റിനി, നിങ്ങളുടെ നല്ല കർമാസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളിലോട്ട് പോകുന്ന മൂലം നിങ്ങളൊരു ഡാർണേറ്റീവ് സോൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുകയും അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരികയും പിന്നെ നിങ്ങൾ ആ ഒരു ലൂപ്പിൽ ക്രിയേറ്റ് ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കണം. ഒരുപാട് സക്സസ്സും കാര്യങ്ങളും കണ്ട വ്യക്തികൾ തന്നെ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഏതൊക്കെയോ ഒരു നിമിഷത്തെ ഡിസിഷൻസ്, ഏതൊക്കെയോ സമയത്തെ ചില പ്രശ്നങ്ങൾ, എന്തൊക്കെയോ ട്രോമ, ഇതും വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ വരേണ്ട സിറ്റുവേഷൻസ് തന്നെയാണ്. കാരണം പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടു തരുന്നതാണ്. പക്ഷേ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഓടി അത് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിൽ നിന്ന് ഒളിച്ചോടാനും പറ്റത്തില്ല, ഓടിയെടുക്കാനും പറ്റത്തില്ല. ട്രാപ്പഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം എന്താണ് പറയുക, മറ്റേ 5 സ്റ്റാറിൻ്റെ ആ പരസ്യം പറയാൻ കണക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് നന്നായി എന്ന് പറയാൻ കണക്ക് കറക്റ്റാണ്. കാരണം ചില സമയത്ത് നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് നല്ല കാര്യത്തിലാണ്. കാരണം അവിടെ എന്തെങ്കിലും ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പ്രശ്നങ്ങൾക്ക് മേളിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചില സമയം നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില സമയം റെസ്റ്റ് എടുക്കേണ്ടി വരണം. കാരണം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ അടുത്ത പ്ലാൻ അത് നിങ്ങളുടെ സോളിനും നിങ്ങൾക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. മേജർലി ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനി പല ആൾക്കാർ മുഖേന നിങ്ങൾക്ക് അത് കിട്ടാണ്ട് പോകുന്നു. അല്ലെങ്കിൽ പല
സിറ്റുവേഷൻസ് മൂലം നിങ്ങളുടെ ലൈഫിൽ അത് എത്തിപ്പെടാണ്ട് പോകുന്നു. സ്റ്റക്ക് സിറ്റുവേഷനാണ്. നെക്സ്റ്റ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ എങ്കിൽ പോലും അത് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ തന്നെ തടങ്കലിലാക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടും മോശപ്പെട്ട, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഒരു സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അത് തന്നെയാണ് ഇവിടെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. തടങ്കലിലാക്കപ്പെട്ടൊരു സിറ്റുവേഷനാണ്. ഡെസ്റ്റിനിലോട്ട് എത്താൻ പറ്റുന്ന പോയിട്ട് ഇന്ന് നന്നായിട്ട് ജീവിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കാരണം ഒരുപാട് പെയിനും കാര്യങ്ങളും വിഷമങ്ങളും അടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് സെക്കൻഡ് വഴി ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുക. ലോ എനർജിയാണ് നൗ കറൻ്റ്ലി. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ എനർജിയാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ആര് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. കാരണം നെവർ മൈൻഡായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കാരണം ആ ഒരു ലൂപ്പിലോട്ട് നിങ്ങൾ കയറിയിരിക്കുന്നു എന്നുള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. പക്ഷേ അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. യെസ്, ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്, ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആ വെയിറ്റിംഗ് പീരീഡിൽ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. എന്താണ് ഏതാണ് എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലും ഭയങ്കരമായിട്ടും പെയിനായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ തന്നെയാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വരുമോ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാവുന്നു ഓക്കെ ആവുന്നു, എനിക്ക് എപ്പോഴാവുന്നു സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻ്റെ ഡെസ്റ്റിനി എന്താണ്, എൻ്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞോടാത്തൊരു നിൽക്കുന്ന സിറ്റുവേഷനാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ഈ സമയം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ടൈം ആൻഡ് സിറ്റുവേഷൻ. ഈ ടൈം ചില ആൾക്കാരെ സംബന്ധിച്ച് ടൈം മാറുന്ന സമയത്ത് ഒരുപാട് ചേഞ്ച് ഉണ്ടാകും. കാരണം ഇപ്പം എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് മാറും. ഒരു എക്സാമ്പിൾ, ഞാനൊരു ലോ ലെവലിലുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഒരു ഹെയർ കട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു ചായക്കട ഇട്ട് വെച്ചിരിക്കുകയാണെന്ന് ചിന്തിച്ചോ. നിങ്ങളുടെ കടയിൽ ഒരു ദിവസം നിങ്ങളുടെ കടയിൽ ആരും കയറുന്നില്ല, ആരുമില്ല, നിങ്ങൾ ഭയങ്കര ലോസ്റ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, അയ്യോ ഞാൻ ഈ ചായക്കടയും വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ളത്. പക്ഷേ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ആ ചായക്കടയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ ജനിക്കും. എൻ്റെ ഇതിനൊക്കെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എന്താ പറയുക, ഒരാൾ ഒരു മുടിവെട്ട് കട ഇട്ടിരിക്കുകയാണ്. അപ്പം ആ നാട്ടിലുള്ള ആൾക്കാർ മുടി വെട്ടാനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അയാൾക്ക് അറിയാൻ പറ്റുന്നില്ല അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത തലമുറ എന്ന് പറയുന്നത് ജനിച്ചിരിക്കുന്നത് ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ജനിക്കാൻ പോകുന്നത്. കാരണം എന്ന് പറയുന്നത് എല്ലാം മുടി പല രീതിക്ക് വെട്ടുന്നതും അല്ലെങ്കിൽ എല്ലാം പല രീതിക്ക് അതിന് വേണ്ടി മാത്രം ജനിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. എന്താ പറയുക, ബ്യൂട്ടി പാർലർ ആ ഒരു സിറ്റുവേഷനിലും മാറും. അപ്പം ഇവിടെ കാണാൻ പറ്റുന്നൊരു ഇത് ഞാനൊരു എക്സാമ്പിൾ, നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു കാലത്തിൻ്റെ ഒരു കാലചക്രം മാറുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും ആർക്കും പെട്ടെന്ന് കിട്ടത്തില്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ട് നിന്നതിന് ശേഷം ആ സ്ഥലത്താണ് നിങ്ങൾ പണിയെടുക്കേണ്ടത്. ആ സ്ഥലത്ത് പണിയെടുത്ത് ആ ഒരു സ്ഥലം ഫുള്ള് നിങ്ങളുടേതാക്കി മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു സ്ഥലം നിങ്ങൾക്ക് ഒന്നും തരത്തില്ല. നിങ്ങൾക്ക് ഒന്നും നിങ്ങൾ മേ ബി നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ലായിരിക്കാം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒന്നും കിട്ടുന്നില്ല, നിങ്ങളുടെ ലൈഫേ നല്ല രീതിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത്, നിങ്ങളുടെ ലൈഫ് നശിച്ച് നാറാണക്കല്ലാക്കി നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടി വരും, അല്ലെങ്കിൽ ഒരു ട്രെയിനോ ബസ്സോ എന്തെങ്കിലും ഒരു ഇത് വരും. ആ വണ്ടിയിൽ കയറുക. അത് നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ ടൈം എന്ന് പറയുന്ന വണ്ടി. ആ വണ്ടി കയറുന്ന സമയത്ത് നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഈ സ്ഥലമായിരിക്കത്തില്ല. മേ ബി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആൾക്കാർ, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള എനർജി, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള സിറ്റുവേഷൻസും ജോലിയും കാര്യങ്ങളെല്ലാം വേറെ ആയിരിക്കും. അപ്പം നിങ്ങൾ അവിടെ കൊണ്ടുവിടും. അവിടെ കൊണ്ടുവിടുന്ന സമയത്ത് എന്താണ്, കംഫർട്ട് സോണാണ്. നിങ്ങൾക്ക് അവിടെ കംഫർട്ട് സോണാണ്. കാരണം നിങ്ങൾക്ക് മേളിൽ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ അവിടെ ആർക്കും പറ്റത്തില്ല. കാരണം അവിടെ ഉള്ള എല്ലാവരെയും എനർജി ലോ ആക്കും ഡിവൈൻ. നിങ്ങളുടെ എനർജി മാത്രം ഹൈ ആക്കും. അതായത് നിങ്ങൾക്ക് 100% തരും, ബാക്കിയുള്ള നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും 80%. ഈ 80% നിൽക്കുന്ന ആൾക്കാർ എത്ര വിചാരിച്ചാലും 100% ആൾക്കാരുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. എത്ര സംസാരിച്ചാലും പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് 100% എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും ടോപ്പ് ലെവലിലാണ്.
അതിനും താഴെയാണ് 80%. ആ 80%ത്തിൽ നിന്ന് അവരങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അവരത്ര ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. പക്ഷെ അവരത് ചെയ്തിട്ടില്ല. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സിറ്റുവേഷൻസ് അനുസരിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള സമയം, ഡെസ്റ്റിനിയിലുള്ള സ്ഥലം, ഡെസ്റ്റിനിയിലുള്ള ആൾക്കാർ, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ ലൈഫിലെത്തും. അതിന് നിങ്ങൾ എത്ര സമയമായാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡെസ്റ്റിനിയിൽ എത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതിയായ ആഗ്രഹം വേണം. പിന്നെ വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സോൾ കണക്ഷനാണ്, സോൾ പരമായിട്ട് എത്തുന്ന യൂണിവേഴ്സിലായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലല്ലാണ്ട് നമ്മൾ എന്ത് ചിന്തിച്ച് എങ്ങനെ പോകാമെന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പറ്റത്തില്ല. അപ്പം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും. ആ കഷ്ടപ്പാടിൽ നിന്നുകൊണ്ട് ഒരുപാട് പ്രയത്നിക്കുന്ന വ്യക്തികൾക്കാണ് ഓൺ ട്രാക്കിൽ കയറി പോകാൻ പറ്റുന്നത്. അങ്ങനെ ഓൺ ട്രാക്കിൽ പോകുന്ന വ്യക്തികൾക്ക് തിരിച്ച് നിങ്ങൾ ഈ സ്ഥലത്ത് നിങ്ങൾ പണിയെടുത്ത അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ടൈമിൽ കയറിയല്ലോ, പുതിയൊരു ലൂപ്പ് ടൈമിൽ കയറി, തിരിച്ച് റിട്ടേൺ നിങ്ങൾ ഈ ടൈമിലോട്ട് വരുന്ന സമയത്ത്, നിങ്ങൾ ഈ സ്ഥലത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് അല്ലെങ്കിൽ ഗുഡ് മെമ്മറീസ് മാത്രമേ തരത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു തവണ ഒരു ബാഡ് മെമ്മറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് ഗുഡാവും. അത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ എല്ലാ ബാഡ് മെമ്മറീസും നിങ്ങൾക്ക് ഗുഡായിട്ട് മാറും. എന്ത് ബാഡ് മെമ്മറിയാണോ അത് നിങ്ങൾക്ക് ഒരു ദിവസം ഗുഡായിട്ട് മാറും. ഈവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ഗുഡായിട്ട് മാറും എല്ലാ കാര്യത്തിലും. ഓക്കെ, അപ്പം ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൺ ട്രാക്കിലുള്ളതാണ്. അതായത് നിങ്ങളുടെ ക്രിയേറ്റഡ് ആക്കിപ്പെട്ട നിങ്ങളുടെ ലൈഫ് ജേണിയിലുള്ളതാണ്. നിങ്ങളവിടെ എത്തണം, അല്ലെങ്കിൽ നിങ്ങളവിടെ എത്തിപ്പെടും, നിങ്ങളുമായിട്ട് കണക്ഷനുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എത്തിപ്പെടും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ അതാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ അതാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആവണം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാലും കുറേ വർഷം, ഒരു 10-30 വർഷമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. ഇല്ലെന്ന് പറയുന്നില്ല. ഹാർഡ് വർക്ക് പണത്തിൻ്റെയൊക്കെ ബേസിൽ, പിന്നെ എന്താ പറയുക, എന്താണ് നമ്മൾക്ക് പറ്റാണ്ട് നമ്മൾ പിടിച്ച് നിൽക്കും. കാരണം എന്ന് പറയുമ്പോൾ നമ്മളുടെ സിറ്റുവേഷൻസ് അതായത് കൊണ്ടും നമ്മുടെ സാഹചര്യം അതായത് കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു 30 വർഷമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. ഒരു 30 വർഷമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതല്ല നമ്മളുടെ ഡെസ്റ്റിനി. കാരണം ആ സമയമാകുന്ന സമയത്ത് പക്ക അവേക്കനിങ് ആവും. ഒരു 60-70 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് നമുക്ക് പക്ക അവേക്കനിങ്. കാരണം പണവും വേണ്ട, ഒന്നും വേണ്ട. കാരണം ആ ഡെസ്റ്റിനിലോട്ട് എത്തുന്ന ടൈമാണ്. ആ ഡെസ്റ്റിനി എന്ന് പറയുന്നത് മരണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡെസ്റ്റിനി എന്ന് പറഞ്ഞ സംഭവമുണ്ട് നമ്മുടെ ലൈഫിൽ, നമുക്ക് കിട്ടേണ്ട ഒരു സാധനമുണ്ട്. ആ ഒരു സോൾ പർപ്പസ്, ആ ഒരു സോൾ കണക്ഷൻ അതിലെത്തുന്ന സമയത്ത് പിന്നെ നമുക്ക് എന്താണ് പറയുന്ന, അങ്ങനെയാണ് സ്പിരിച്വൽ ലെവലിലോട്ട് കുറേയധികം ആൾക്കാർ കടക്കുന്നത്. സ്പിരിച്വൽ ലെവലിലോട്ടല്ല, അതായത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനും ഒരു വാല്യൂ ഇല്ല, നമ്മളെല്ലാം ചുമ്മാ ഒരു ഡമ്മി പീസുകളാണ് എന്ന് മനസ്സിലാക്കുന്ന, ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ എത്ര ഉണ്ടായിക്കഴിഞ്ഞാലും എന്തുണ്ടായിക്കഴിഞ്ഞാലും നേരെ മണ്ണിൻ്റെ അടിയിൽ പോയി കിടക്കുക, അല്ലെങ്കിൽ നേരെ ആവിയായി പോകുക എന്നുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്ന സമയത്താണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് അവേക്കനിങ് ആവുന്നത്, ബോധോദയം. അത് തന്നെയാണ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്, സ്പിരിച്വൽ അവേക്കനിങ്. ഓക്കെ, അപ്പം ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ തലയിൽ ഇപ്പം എന്താ പറയുക, എൻ്റെ ഗുരു ഒരുപാട് ആൾക്കാർ എന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ തലവര എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ പലരും പറയുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും, മറ്റേതാണ് മറിച്ചാണ് ബിസിനസ്. അത് എല്ലാം കറക്റ്റ് വിധിപ്രകാരം നമ്മുടെ ലൈഫിലോട്ട് വരുന്ന സാധനങ്ങൾ, അതെല്ലാം കണക്ട് ചെയ്ത് പോകുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറയുന്നത് അതൊരു ഡെസ്റ്റിനിയാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ലൈഫ് പോകും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വരെ വിധിയിലോട്ടൊരു ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ വിചാരിച്ചാൽ നിൽക്കുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് മാറ്റാൻ പറ്റും, യൂണിവേഴ്സിൻ്റെ ആ ഒരു ടൈമിനനുസരിച്ച് മാറ്റാൻ പറ്റും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ മേജർലി കാണിക്കുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിരിക്കുന്നൊരു പൊസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നൊരു സിറ്റുവേഷൻ, നിങ്ങളുടെ നാട്, എന്ത് സിറ്റുവേഷനിലാണ് നിങ്ങൾ അവിടെ നിന്ന് ഒരു ദിവസം യാത്ര പറഞ്ഞ് പോകേണ്ടി വരും നിങ്ങളുടെ ഡെസ്റ്റിനിലോട്ട്. അപ്പം അത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കഴിവുകളും, പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരുന്നു, പിന്നെന്താണ് പല കഴിവുണ്ട്, ഒരുപാട് സ്കില്ലഡ് ആയിട്ടുള്ള കഴിവുകൾ, ആക്ടിങ് പല കഴിവുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിലൊക്കെ 100% കൊടുത്ത് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആ കഴിവുകളൊക്കെ തിരിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ? പണ്ട് പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാർ ഇപ്പോൾ പാട്ട് പാടാൻ പറ്റുന്നുണ്ടോ? എന്താ പറയുക, അതാത് സമയത്ത് അതാത് ഡെസ്റ്റിനിയിലോട്ട് കയറാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്.
നിങ്ങൾക്കൊരു ടൈമിൽ മാത്രമേ ആ സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടത്തുള്ളൂ. ആ ഒരു സമയത്ത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളത്. അതായത് ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെറുപ്രായത്തിൽ അതങ്ങ് ചെയ്യണം. മനസ്സിലായി? അത് ആഗ്രഹം നിങ്ങൾക്കത് തരും. ഡെസ്റ്റിനി എന്ന് പറയുന്നത് അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ്. അതായത് ചെറുപ്രായം മുതലേ നിങ്ങൾക്ക് അതൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനനുസരിച്ച് പോയി നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ഡെസ്റ്റിനിയിലോട്ട് എത്താൻ പറ്റും. അതാണ് നിങ്ങളുടെ കറക്റ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ ഡെസ്റ്റിനി മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ ലക്ഷ്യം അല്ലെങ്കിൽ വിധിപ്രകാരം ഒരുപാട് ടേണിംഗ് പോയിൻറ്റ്സും ചില ആൾക്കാർ പറയും 3 ടേണിംഗ് പോയിൻറ്റ്സ് ലൈഫിലുള്ള അല്ലെങ്കിൽ 2 ടേണിംഗ് പോയിൻറ്റ്സ് ഉള്ളൂ. എനിക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ടേണിംഗ് പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വരും. എല്ലാവരുടെ ലൈഫിലും ഒരുപാട് ടേണിംഗ് പോയിൻറ്റ്സ് വരും. അപ്പം അതൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുക, അതിനനുസരിച്ച് പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ബാലൻസ്ഡ് ആയിട്ട് പോവുക, കീപ്പ് ഇൻ ടച്ച് ആയിട്ട് നിങ്ങളുടെ സോളും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രലായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് അറിയാൻ പറ്റും. കാരണം നിങ്ങൾ ഓരോ ഡോറ് തുറന്ന് പോകുന്ന സമയത്ത്, നിങ്ങളുടെ ലൈഫിൽ ഓരോ ഡോറ് തുറന്ന് പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് ഓരോരോ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഡിവൈൻ വെച്ചിരിക്കുന്നത്. അത് തുറക്കുന്ന സമയത്ത് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ഗിഫ്റ്റാണ്. അത് നിങ്ങൾ ഏറ്റുവാങ്ങുക, അതിനനുസരിച്ച് നിങ്ങളത് സെറ്റാക്കി എടുക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത് തന്നെയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പലർക്കും പല ഡെസ്റ്റിനി ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പലർക്കും പല സിറ്റുവേഷൻസിലാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ അതിലോട്ട് നിങ്ങൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എത്തിപ്പെടാം. ചില ആൾക്കാർ വിധിപ്രകാരം എത്തിപ്പെടും, ചില ആൾക്കാർ ആഗ്രഹപ്രകാരം എത്തിപ്പെടും, ചില ആൾക്കാർ എന്താ പറയുക, ഡെസ്റ്റിനിയും ആഗ്രഹവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കുണ്ട്, പർപ്പസും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന. ഇപ്പം എന്നെ സംബന്ധിച്ച് എന്താ പറയുക, എൻ്റെ പർപ്പസും എൻ്റെ പാഷനും എല്ലാം ഞാൻ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇതെൻ്റെ പർപ്പസാണ്. റീഡിംഗ് എന്ന് പറയുന്നത് എൻ്റെ പർപ്പസ് ആയിരിക്കണം. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കാറ്റഗറിയിലുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളാണ്. അപ്പം അത് ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ടും സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോറ്റും. അപ്പം നിങ്ങളുടെ കഴിവും കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അതിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. അതിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.